ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു പീര പറ്റിക്കാം. പീര എന്ന് പറയുമ്പം ഉണക്കക്കൊഞ്ചുണ്ടല്ലോ, ഉണക്കക്കൊഞ്ച്, പടവലങ്ങ, മാങ്ങ, മുരിങ്ങയ്ക്ക. അപ്പോൾ ഇന്ന് രാവിലെ മീനൊന്നും കിട്ടിയില്ല, അതായത് എല്ലാം കൊച്ചുമത്തിയാണ്. അപ്പം ഞാൻ മേടിച്ചെന്ന് ഉണക്കക്കൊഞ്ച് കുമ്പപ്പരണിയുടെയാണ് മേടിച്ച് ഇതുപോലെ കഴുകി ഉണക്കി വറുത്ത് നമ്മൾ തലയൊക്കെ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചിന്ന് രാവിലെ ഇത് ഉച്ചക്കത്തേക്ക് ഇതാകുമല്ലോമുണ്ട്. അപ്പം ഞാനിത് പടവലങ്ങ എന്നാണ്ട് ഇങ്ങനെ നീളത്തിലരിഞ്ഞേക്കുന്നത്. ഇത് മുരിങ്ങയ്ക്കയുണ്ട്, മാങ്ങയുണ്ട്. ഇത് നമ്മുടെ കൊഞ്ചുണ്ടല്ലോ, ഞാൻ ഒന്നുകൂടെ കഴുകി ഒന്ന് മിക്സിക്കിട്ട് ഒരു കറക്ക് കറക്കി, അല്ലേ പിന്നെ അതുപോലെ തന്നെ കിടക്കും. ഇത് പച്ചമുളക്, ഇത് നമ്മുടെ കറിവേപ്പിലയുണ്ട്, തേങ്ങയുണ്ട്, കൊച്ചുള്ളി ഉണ്ടല്ലോ, ചുമന്നുള്ളിയും കൊണ്ടാണ് ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിയതാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. എല്ലാം വെച്ചിട്ട് ആവശ്യം ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒന്ന് വേവണമല്ലോ. ഞാനേ പീര പറ്റി ചെയ്യുന്നുണ്ടേ ചട്ടി ശാലം വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ടായിരുന്നേ. അന്നേരം നമ്മുടെ ചട്ടിയിൽ അങ്ങോട്ട് പറ്റി പിടിക്കത്തില്ല, നല്ലതായിട്ട് കിട്ടും. കടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഉണക്കക്കൊഞ്ചും മാങ്ങയും പടവലങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട്. കൊഴിഞ്ഞു പോയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ അടിയിൽ ശലം വെളിച്ചെണ്ണ വെട്ടാമെന്നുണ്ടെങ്കിൽ അടിക്കൊന്നും പിടിക്കത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊഞ്ചും ഉണക്കക്കൊഞ്ചും പടവലങ്ങ മാങ്ങ പീര പറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ കൊഞ്ചുമാങ്ങ അല്ലത്, നമ്മൾ സാധാരണ ഇത് വേണമെങ്കിൽ നമുക്ക് ചാറ് പോലെ വെക്കാം, കുഴമ്പ് പരുവത്തി വെക്കാം, എല്ലാം ചെയ്യും. നമ്മൾ കുഴമ്പ് വരുമെന്ന് തീയിൽ വെക്കുന്നത് അതേ രീതിയിലും വെക്കാം, നമുക്ക് ചാറ് വില വെക്കുകയും ചെയ്യാം. അപ്പം ഞാൻ സ്റ്റൗ ഓഫ് ആക്കുവാണേ.